യെസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ വീഡിയോയിൽ സ്കേർട്ടിൻ്റെ വീഡിയോ ആണ്. ഞാനത് സർക്കുലർ സ്കേർട്ടായിട്ടോ ചെയ്തിട്ടിരിക്കുന്നത്. സ്കേർട്ടിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽ നെക്കിൽ വർക്ക് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്, അതും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കൂ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 5 മീറ്റർ സിൽക്ക് ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയലായിട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ 5 മീറ്റേഴ്സാണ് എടുത്തിരിക്കുന്നത്. അത് 4 ആക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 മെഷർമെൻറ്റ് വേണം, ഇന്നർ സർക്കിളും ഔട്ടർ സർക്കിളും. അപ്പോൾ ആദ്യം ഇന്നർ സർക്കിൾ മെഷർ ചെയ്യാം. അതിനായിട്ട് വേസ്റ്റ് മെഷർമെൻറ്റ് എടുക്കണം. എനിക്കിവിടെ 24 ആണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ച് ആഡ് ചെയ്യുന്നുണ്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. അതിനെ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 25നെ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.98 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഖ്യ കിട്ടുക. അതിനെ റൗണ്ടാക്കി 4 ഇഞ്ചായിട്ട് എടുക്കുന്നുണ്ട്. ഇനി 4 ഇഞ്ചാണ് നമ്മൾ ഇന്നർ സർക്കിളായിട്ട് മെഷർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കോർണറിന്ന് കറക്റ്റ് ഒരു 4 ഇഞ്ച് ഇങ്ങനെ സർക്കിളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കോർണർ എപ്പോഴും ക്ലോസ്ഡ് ആയിട്ടുള്ള കോർണർ ആയിരിക്കണം കേട്ടോ. നമ്മൾ ഈ സൈഡിലാണ് എഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കോർണറിൽ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടി. ഇനി ആ സർക്കിൾ ഇത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം, ഒന്ന് വരച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ഔട്ടർ സർക്കിൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇന്നർ സർക്കിളിൻ്റെ 4 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത്, എനിക്കിവിടെ 36 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ ടോട്ടൽ 41 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇന്നർ കോർണർ ഉണ്ടല്ലോ, നമ്മൾ ഇന്നർ സർക്കിൾ മാർക്ക് ചെയ്ത ആ ഒരു കോർണറിന് താഴെ വരെയാണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടുന്ന് സിസേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് അനങ്ങാണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒറ്റയ്ക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ആ കോർണറിന് താഴെ വരെ ഇങ്ങനെ മാർക്ക് ചെയ്ത് 41 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് സർക്കിളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് മൊത്തം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കാണാം. അപ്പോൾ ഔട്ടർ സർക്കിൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇന്നർ സർക്കിളും ഔട്ടർ സർക്കിളും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി നമുക്ക് 2 പോർഷൻ കിട്ടിയിട്ടുണ്ട്, സർക്കിളായിട്ടുള്ള 2 പോർഷൻ. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാൻ ലൈനിങ് 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ആ നമ്മൾ ഇന്നർ സർക്കിൾ നമ്മൾ സെയിം തന്നെയാണ്, 4 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ മെയിൻ ക്ലോത്തിൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ലൈനിങ്ങിലും ചെയ്യാം. ലൈനിങ് ഞാൻ 5 മീറ്ററിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ഇന്നർ സർക്കിൾ മാർക്ക് ചെയ്തു, 4 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഔട്ടർ സർക്കിൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഔട്ടർ സർക്കിൾ ശരിക്കും നമുക്ക് 41 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത് നേരത്തെ. അപ്പോൾ ഞാനിവിടെ 38 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് കുറച്ചിട്ടാണ് ലൈനിങ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 38 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ് മാർക്ക് ചെയ്ത് കൊടുത്തു, ഇന്നർ സർക്കിൾ ഔട്ടർ സർക്കിൾ. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഇത് ഇവിടെ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഗെയിൻ 2 സർക്കിൾ കിട്ടും, ഹാഫ് സർക്കിളായിട്ട് കേട്ടോ, 2 ഹാഫ് സർക്കിൾസ് കിട്ടും. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ക്ലോത്തിൽ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ വേസ്റ്റും അതേപോലെ ലൈനിങ്ങിൻ്റെ വേസ്റ്റും ഒരുമിച്ച് വെച്ചിട്ട് ആ വേസ്റ്റിൻ്റെ അവിടെ മാത്രം അടിച്ച് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരേപോലെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വേസ്റ്റ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ സ്കേർട്ടിൻ്റെ 2 വശങ്ങളും തമ്മിൽ അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് മെയിൻ ക്ലോത്തുകൾ തമ്മിൽ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക, ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ സിബ്ബർ വെച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് ഒരു 5 മാർക്ക് ചെയ്യുന്നുണ്ട്, ഒരു 5 ഇഞ്ച് ആ ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഓപ്പൺ ഇട്ടിട്ട് താഴോട്ടേ തയ്ക്കാവോ, അതിന് വേണ്ടിയിട്ടാണ് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര നമ്മൾ ഗ്യാപ്പ് വിടുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഗ്യാപ്പ് വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് താഴോട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മൾ 2 സൈഡിലും പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം നമുക്കൊന്ന് പിടിച്ചാൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 5 ഇഞ്ച് വിട്ടല്ലോ, അവിടെ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ താഴോട്ട് നമ്മൾ മൊത്തം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ അതേ കുറച്ചിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം ലൈനിങ് മാത്രമാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ മെയിൻ ക്ലോത്ത് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ, അങ്ങനെ കൂടി കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ റൈറ്റ് സൈഡ് ആണെങ്കിലും അതേപോലെ തന്നെ ഒരു 10 ഇഞ്ചൊക്കെ താഴോട്ട് നമ്മൾ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ താഴോട്ട് ലൈനിങ് മാത്രവും അതേപോലെ മെയിൻ ക്ലോത്ത് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക.
അപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഗ്യാപ്പ് കിട്ടില്ലേ, അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ല, അതിൻ്റെ താഴോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നു. ഒരു 10 ഇഞ്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ലൈനിങ് മാത്രമായിട്ടും അതേപോലെ മെയിൻ ക്ലോത്ത് മാത്രമായിട്ടും താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ ഒരേപോലെ തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ലൈനിങ് മാത്രമായിട്ടും പിന്നെ മെയിൻ ക്ലോത്ത് മാത്രമായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. നമ്മൾ നേരത്തെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓപ്പൺ വിട്ടിട്ടുണ്ടായിരുന്നു. ഇനി അവിടെ നമ്മൾ സിബ്ബർ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഞാനവിടെ ഇൻവിസിബിൾ സിബ്ബറാട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതേ ഞാനത് ഒന്ന് ഓപ്പൺ ചെയ്ത്, നമുക്ക് സിബ്ബർ വയ്ക്കാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് വീഡിയോസിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. എന്നത് അറിയിട്ടില്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ, സിബ്ബർ എങ്ങനെ വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഈസി ആയിട്ട് പറഞ്ഞു തരുവാണ്. അപ്പോൾ സിബ്ബർ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ നല്ല വശം ഉണ്ടല്ലോ, നല്ല വശം ഒട്ടും കാണാത്ത രീതിക്കാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ അതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്യാം. എഡ്ജിലൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇൻവിസിബിൾ സിബ്ബർ ആയതുകൊണ്ട് ഒന്ന് സിബ്ബർ ഫൂട്ട് തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അത് എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു വി ആക്കിയിട്ട് ഇങ്ങനെ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മൾ സിബ്ബർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇൻവിസിബിൾ സിബ്ബർ ആയതുകൊണ്ട് ഒട്ടും പുറത്തോട്ട് കാണില്ല. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ലൈനിങ്ങും ഈ മെയിൻ ക്ലോത്തായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വീതി വന്നിട്ട് 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ലെങ്ത്ത് അത്യാവശ്യത്തിന് നല്ല ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒരുമിച്ച് ബാൻഡിൽ വെച്ച് കൊടുക്കുന്നത്, ബാൻഡായിട്ട് വെച്ച് കൊടുക്കുന്നത് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ നമുക്കിത് സ്കേർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ബാൻഡിൻ്റെ ഒരു വശത്തെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു എഡ്ജും തുടങ്ങി അപ്പുറത്തെ എഡ്ജ് വരെ നമുക്കിത് വെച്ച് കൊടുക്കണം. ഞാനിവിടെ ഒന്ന് പിൻ ചെയ്യുന്നുണ്ട്, റൗണ്ടാക്കിയിട്ട് തന്നെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ അപ്പുറത്തെ എഡ്ജ് എത്തുമ്പോൾ നമുക്കിത് കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് വിടണം കേട്ടോ. നമ്മൾ ഇപ്പുറത്ത് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അപ്പുറത്തെ എഡ്ജ് എത്തുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിടുക. അതെന്തിനാണെന്ന് ഞാൻ പറയാം. ബാക്കിയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ കുറച്ച് എക്സ്ട്രാ വരുന്ന ആ ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ഇവിടെ ഇങ്ങനെ ചെറിയ കട്ട്സ് കൊടുക്കാം. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത വേസ്റ്റിൻ്റെ അവിടെ ചെറിയ കട്ട് കൊടുക്കുക. കാരണം നമുക്ക് ഈസി ആയിട്ട് നെക്കൊക്കെ ചെയ്യില്ല, അതേപോലെ തന്നെ ഈസി ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള ആ ബാൻഡിൻ്റെ കുറച്ച് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമുക്കൊന്ന് ഫോൾഡ് ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യാൻ വിധത്തിൽ മാറ്റി വെച്ചിട്ട് ബാക്കിയൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. 1/2 ഇഞ്ചല്ല കേട്ടോ, ഒരു 1 ഇഞ്ച് തന്നെ അവിടെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. 1 ഇഞ്ച് തന്നെ ബാക്കി വന്നിട്ടുണ്ട്. അതൊന്ന് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ബാക്കി വെച്ചത്. ഇനി നമ്മൾ നേരത്തെ 1/2 ഇഞ്ച് വിട്ടല്ലോ, അത് ഈ ഫോൾഡ് ചെയ്ത് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ 1/2 ഇഞ്ച് വിട്ടത്. അപ്പോൾ ആ 1/2 ഇഞ്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരുമിച്ച് തന്നെ ഇവിടെ പറയുന്നത്, സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബാൻഡ് ഉണ്ടല്ലോ, ബാൻഡിൻ്റെ എഡ്ജ് വശം ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഒരു 1/2 ഇഞ്ച് വീതത്തിൽ ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇത് ടോട്ടലായിട്ട് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ തയ്യലൊക്കെ ഉള്ളിൽ വരുന്ന രീതിക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് തയ്ക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ടോട്ടലൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തിട്ട് കാണാം. അപ്പോൾ അതേ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു എഡ്ജ് വശം തുടങ്ങിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തൊന്ന് ബോക്സ് ആയിട്ട് ഇതേ ഇപ്പുറം ഇങ്ങനെ കൊടുത്തിട്ട് ആ എഡ്ജ് വശം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ അവസാനിപ്പിക്കുക എന്ന് പറയില്ലേ, അതേപോലെ ഒന്ന് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേസ്റ്റ് ബാൻഡ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ അടിവശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് ലൈനിങ്ങിൻ്റെ അടിവശം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ സ്കേർട്ടിൻ്റെ അടിവശം നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അതേപോലെ തന്നെ വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ സ്കേർട്ടിനൊക്കെ വെച്ച് കൊടുക്കുന്ന ഹുക്ക് ലൂപ്പ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ് ചെയ്യാച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കേർട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.
പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലും വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കിട്ടുള്ളൂ. സോ ഗായ്സ്, thank you so much for watching. See you in the next video.